ഡാ മാത്താ, മാത്തോ, മാത്താ, മാത്തോ. മാത്തൻ കാണിച്ചു വെച്ചിരിക്കുന്ന വേല കണ്ടോ? മൊത്തം വൃത്തികേടാക്കിയിട്ടിരിക്കുവാണ്. അവിടേക്ക് പറഞ്ഞുതരാം. ഇതുകൊണ്ടേ കളഞ്ഞിട്ട് വരണേ, കടിച്ചു പൊട്ടിക്കാതെ കൊണ്ടു. ആ ഓടിപ്പോ, അതുകൊണ്ടേ കളഞ്ഞിട്ട് വാ. ഓടിക്കൊണ്ടു അതുകൊണ്ടേ ഈ തൊണ്ട ആരാ ഇവിടെ കൊണ്ടിട്ടേ? ഇതെടുത്തോണ്ട് പോ, എന്നാ എടുത്തോണ്ട് പോ. ഇതെടുത്തോണ്ട് പോടെ. തൊണ്ട ഇത് തൊണ്ടാണോ? ആ എടുത്തോണ്ട് പോ, ഓടിവാ. ഓ ഡാ, ഇനി വന്നേ, കുറച്ച് പണി ഇവിടെ ഉണ്ട്. മൊത്തം ഒന്നിച്ചെടുക്കേ, ഇതെടുത്തോണ്ട് പോടാ. ഇത് ഇവിടെ ഓരോന്നാണോ കൊണ്ടുപോകുന്നത്? അതാണ് താഴെ പോയി. എടാ ഇതൂടെ കൊണ്ടുപോടാ. ആ ഓടെ. പേടിയെന്ന് പറഞ്ഞ ശകലമില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്നാണ്. അതും കൊണ്ടാവും പോവും. എന്താ പ്രശ്നം? പൊയ്ക്കോടി, വെളിപ്പോയ്ക്ക്. ഒറ്റ താങ്ങ് വെച്ചെന്നുണ്ടെന്നോ? ഇത് കറി വെക്കാനായിട്ട് മേടിച്ച മാങ്ങയാണ്. നോക്കിയപ്പോൾ ചെനച്ചിരിക്കുന്നു. ഇത് നമ്മൾ അതിൻ്റെ തൊടിയെല്ലാം കളഞ്ഞിട്ട് പൂളിയെടുത്തത്. ചെനച്ചതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്തുവാന്ന്? ചെനച്ചതെന്ന് പറഞ്ഞാൽ വിളഞ്ഞതാണ് അതിനർത്ഥം. അത് പുളിയെടുക്കുക. നമുക്കിനി ഇത് അരിഞ്ഞിടാം. ഇത്രയും വലുപ്പത്തിൽ ഇത് മൊത്തം അരിഞ്ഞെടുത്തേ. നമ്മൾ എന്നിട്ട് അതിനകത്തോട്ട് ശകല ഉപ്പിടുക, ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് ഇത് തിന്നണം. എന്തോ ഒരു ടേസ്റ്റാന്നറിയാവോ? ഓരോന്നോരോന്ന് പിറക്കി തിന്നണം. വെറുതെ ഒരു രസം. എന്താ ഒരു മധുരവും ഉപ്പും
എരിവ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല രസമുണ്ടോ. വൈകുന്നേരം ഒരു സഭയുണ്ട് ഈ മുറ്റത്തെ. അതിലൊക്കത്തുള്ള പ്രായം ചെന്നവരൊക്കെ ഇവിടെ വന്നിരിക്കും. ഞാൻ അവരുടെ മുമ്പിലോട്ട് ഇത് കൊണ്ടുപോട്ടെ. റേഷൻ കടക്കാരനോ? ഞങ്ങളുടെ നാട്ടിലെ അമ്മയും അവളെ പോയി തിരുനെൽവേലി പോയി പറഞ്ഞു. അല്ല, മൊബൈൽ ഫോൺ വേണം, കണ്ണാടി മാറണം, ആ പാടെ 2000 രൂപ കിട്ടും. എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ അതല്ല ഇനിയും ചെയ്യണം. പക്ഷെ പൈസ കിട്ടുമ്പോൾ അതെല്ലാം മറന്നും പോകും. നമ്മളെ സന്ധ്യയ്ക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ട് നോക്കുമ്പോഴേ എത്ര നോക്കിയാലും ഈ ലാമ്പൊക്കെ മേടിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇത് കത്തത്തില്ലേ. ഉണ്ടോ? 2-3 പ്രാവശ്യം കഴിയുമ്പോൾ ലാമ്പ് വെറുതെ അങ്ങ് പോവാം. ഞാൻ നടക്കുമെന്നറിയാം, മോന്ത നോക്കി 2 അടി അടിക്കും. അടി അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ചിലപ്പോൾ ഓക്കെ ആവും. 2-3 അടി അടിച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഇങ്ങനെ വരുവേ. ഇങ്ങനെയാണ് എൻ്റെ ട്രിക്ക്.